ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. MG അങ്ങനെ ഫൈനലി അവരുടെ M9 എന്ന് പറഞ്ഞ പുതിയ ഇലക്ട്രിക് MPV ഒരു ഇലക്ട്രിക് ലിമൂസീൻ മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പ്രീമിയം സെഗ്മെൻ്റ് ആണ് അവർ പിടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ്, അതുപോലെ ബുക്കിംഗ് ഡീറ്റെയിൽസ്, ഡെലിവറി ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാം. ആദ്യം തന്നെ വണ്ടിയുടെ ജസ്റ്റ് ഒരു ബേസിക്സ് ആയിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇതൊരു ലക്ഷറി MPV എന്നുള്ള രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ വെൽഫെയറിൻ്റെ ഒക്കെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ക്ലാസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പകുതി റേറ്റ് ആ റേഞ്ചിലാണ് ഒരു വാഹനം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്റ്റ് റൈവലായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന കിയയുടെ പുതിയ കാർണിവലാണ്. പക്ഷേ അത് ഇത്രയും അതായത് കംഫർട്ട് ഓറിയൻറ്റഡ് അല്ല. കംഫർട്ട് ഓറിയൻറ്റഡ് ഇൻ ദ സെൻസ് ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് റിയർ സീറ്റ് കംഫർട്ടിൻ്റെ കേസിൽ ആ വണ്ടിയിൽ പോലും കിട്ടുന്നില്ല. സോ ഇത് അത്രയും അഡ്വാൻസ്ഡ് ആണ് M9. എന്തായാലും ബാക്കി സാധനങ്ങളൊക്കെ ഇപ്പോൾ എക്സ്റ്റീരിയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ്സ്, അതുപോലെ 19 ഇഞ്ച് അലോയ് വീൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഡിസൈൻ അങ്ങനെ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ആരെയും അങ്ങനെ അധികം ഒഫൻഡ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ഡിസൈനാണെന്ന് പറയും. DRLS സ്പ്ലിറ്റ് ആണ്, അതുപോലെ താഴത്തെ ഹെഡ് ലാമ്പ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. 19 ഇഞ്ച് അലോയ്സ് ആണെങ്കിലും വളരെ ബേസിക് ലുക്കിംഗ് അലോയ്സ് ആണ്, അങ്ങനെ ഭയങ്കര വലിയ ലുക്കുള്ള അലോയ്സ് ഒന്നുമല്ല. അതായത് പൊതുവേ ഈ വണ്ടി അങ്ങനെ വലിയൊരു ലുക്സിൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലല്ല അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റിയർ ഡിസൈനിൻ്റെയും കേസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. അതായത് ടെയിൽ ലാംപ്സ് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് MG കൊടുത്തിരിക്കുന്നത്. ഇനി പ്രൈസിലേക്ക് വരുന്നതിന് മുന്നേ ഈ വാഹനത്തിന് ഇപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ 1,00,000 രൂപ കൊടുക്കേണ്ടി വരും. അത്രയാണ് അതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ MG സെലക്ട് ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വാഹനത്തിൻ്റെ ഡെലിവറീസ് അവർ ഓഗസ്റ്റ് 10 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്കിപ്പോൾ ബുക്കിങ്ങും ഡെലിവറിയും പറ്റിയൊക്കെ പറയാനുള്ളത്. ഇനി ബാക്കി ഫീച്ചേഴ്സിൻ്റെ കേസിലേക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ മിക്കവാറും അറിയായിരിക്കും ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. എന്നിട്ട് നമുക്ക് പ്രൈസും അതുപോലെ കാർണിവൽ വെച്ചിട്ടുള്ള ചെറിയൊരു കമ്പാരിസണൊക്കെ ഞാൻ പറയാം. എന്തായാലും ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ, അതായത് ഇൻറ്റീരിയറിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈനൊന്നുമല്ല. അഗൈൻ വളരെ സിമ്പിളാണ്. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നൊരു ഡാഷ്ബോർഡാണ്. അതിൻ്റെ അകത്തൊരു 12.3 ഇഞ്ച് വരുന്ന ഇൻഫോടൈം സിസ്റ്റം, 7 ഇഞ്ച് വരുന്ന ഒരു ഇൻസ്റ്റന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഗൈൻ അത്ര വലിയൊരു എടുത്ത് നിൽക്കുന്ന സംഭവമൊന്നുമല്ല. അതുപോലെ സെൻട്രൽ കൺസോൾ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി നല്ല വീതിയുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ 2 പേർക്ക് ഇരുന്ന് കഴിഞ്ഞാലും നടുവിൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനുള്ള സ്റ്റോറേജ് സ്പേസും ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് സെൻട്രൽ കൺസോളിലും കാണാം. മെറ്റീരിയൽസ് ആണെങ്കിലും വളരെ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് ഈ വാഹനത്തിൽ. പിന്നെ 2 സ്പ്ലിറ്റ് റൂഫാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് ഒരു പാനോറാമിക് സൺ റൂഫ് വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ കോ പാസഞ്ചറിനും ഡ്രൈവർ സൈഡിനും നമുക്ക് ഒരു ചെറിയ സിംഗിൾ പെയിൻ സൺ റൂഫും കൂടെ കിട്ടുന്നുണ്ട്. ഏതായാലും ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സെക്കൻഡ് റോ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒന്നും പറയാനില്ല, കിടിലൻ സീറ്റ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് 16 വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിന് ചെറിയൊരു ഡിസ്പ്ലേ പോലെ അവർ ആ സീറ്റിൽ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ 8 വേ മസാജ് ഫംഗ്ഷനും ഈ സീറ്റ്സിൽ കിട്ടുന്നുണ്ട്. കാർണിവലിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും ഈ പറയുന്ന ഓട്ടോമൻ ഫീച്ചറും ഒക്കെ, അതായത് നമ്മുടെ താഴത്തെ ആ ഒരു കാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ, നമ്മുടെ സീറ്റിൻ്റെ താഴത്തെ ആ ഒരു സംഭവം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും മസാജ് ഫംഗ്ഷൻസ് നമുക്ക് കാർണിവലിലും കിട്ടുന്നില്ല. പക്ഷേ ഇതിനകത്ത് 8 വേ മസാജ് ഫംഗ്ഷൻ ഉണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ആൻഡ് ഇഷ്ടംപോലെ സ്ഥലവും ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഈവൻ തേർഡ് റോയിലാണെങ്കിൽ പോലും മിക്ക വാഹനങ്ങളുടെയും, അതായത് നമ്മുടെ ഒരു മിഡ് സൈസ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ സപ്പോമീറ്റർ വണ്ടികളൊക്കെ വരുന്നതിനും സെക്കൻഡ് റോ എക്സ്പീരിയൻസിൽ നല്ലതാണ് ഇതിൻ്റെ തേർഡ് റോ എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. സോ എന്തായാലും അക്കാര്യത്തിലും സ്പേസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു രീതിയിലും യാതൊരു പേടിയും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഏതായാലും ഇതിന് ഏതൊക്കെ മോഡലിലാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒറ്റൊരു വേരിയൻ്റേ ഉള്ളൂ. പ്രസിഡൻഷ്യൽ ലിമുസീൻ എന്ന് പറഞ്ഞാണ് അവരിതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അതാണെന്ന് തോന്നുന്നു വേരിയൻ്റെ പേര്. വേറെ പ്രത്യേകിച്ച് പേരും ഞാൻ കണ്ടില്ല. 69.9 lakhs ആണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഡയറക്റ്റ് കാർണിവൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 63.4 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. പക്ഷേ ഓൺ റോഡ് വരുമ്പോൾ രണ്ടും ഏകദേശം സെയിം എമൗണ്ട് ആയിരിക്കും. കാരണം കാർണിവലിൽ ടാക്സ് വരുന്നത് കൂടുതലായിരിക്കും, ഡീസൽ ആയതുകൊണ്ട്. ഇത് പക്ഷേ ഇലക്ട്രിക് ആയതുകൊണ്ട് അത്രയും ടാക്സ് ഈ ഒരു വാഹനത്തിൽ വരില്ല. ഈവൻ ഇൻഷുറൻസ് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. റോഡ് ടാക്സിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, സ്റ്റിൽ നമുക്ക് വളരെ സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസ് പോയിന്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കംഫർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി തന്നെയായിരിക്കും ബെറ്റർ. പക്ഷേ കാർണിവൽ ഇപ്പോൾ നമുക്ക് കിയയുടെ ആഫ്റ്റർ സെയിൽസ് ആയാലും, അതായത് കുറച്ചും കൂടെ എക്സ്പാൻഷൻ ഉണ്ട് സർവീസ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്, കുറച്ചും കൂടെ റിലയബിൾ ആണ്. ഇതിപ്പോൾ ഇലക്ട്രിക് ആണ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ റേഞ്ചിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. റേഞ്ചിൻ്റെ പ്രശ്നം ഇൻ ദ സെൻസ് 548 കിലോമീറ്റേഴ്സാണ് ക്ലെയിം ചെയ്യുന്നത്. 90 kWh ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. 500 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ കിട്ടും. പക്ഷേ എന്നാലും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ലോങ് ട്രിപ്പൊക്കെ പോവുകയാണ്, നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ആ ടൈപ്പ് ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ലോങ് പോകുമ്പോൾ കുറച്ച് നേരം കുത്തിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസായിരിക്കുമല്ലോ.
അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാറിന് വലിയ വരില്ല, കാരണം ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ളൊരു പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് 190 bhp ഉള്ളൂ, ഇതിനകത്ത് 245 PS പവർ വരുന്നുണ്ട്. ആൻഡ് ആക്സലറേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, കാർണിവലിനേക്കാൾ ഫാസ്റ്റാണ് ഡെഫിനറ്റ്ലി. പക്ഷേ ഇതിൻ്റെയൊക്കെ ട്യൂണിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ഇത്തിരി കൺസർവേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ വണ്ടി വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചവിട്ടി അപ്പം തന്നെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തെറിച്ച് പോകുന്നൊരു പെർഫോമൻസ് ഒന്നും അല്ല. നമുക്കൊരു നോർമൽ, അതായത് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കും കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് MG ഇതിൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 69.9 lakhs കൂടുതലാണോ എന്ന് ചോദിച്ചാൽ, വെൽഫെയറിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് ഇതിൻ്റെ ഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രൈസ് പോയിന്റിൽ ഇങ്ങനെ ഒരു ലക്ഷറി വാൻ വേറെ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിങ് അത്യാവശ്യം നല്ലതാണെന്ന് പറയും. പിന്നെ ഇലക്ട്രിക് ആണ് എന്നുള്ള ഒരു ചെറിയ ഡിഫറൻസിയേഷനാണ് ഈ വാഹനത്തിനുള്ളത്. എനിവേ, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗും തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.